ശൈവാചലസമാധിസ്ഥം ശിവചൈതന്യരൂപിണം നാരായണഗുരും ധ്യായേൽ സർവസിദ്ധിപ്രദായിനം. ഓം ശാന്തി ശാന്തി ശാന്തി. ഗുരുപാദങ്ങളിൽ പ്രണമിച്ചുകൊണ്ട് ഗുരുവിൻ്റെ ശിഷ്യ പ്രശിഷ്യ പരമ്പരയെ സ്മരിച്ചുകൊണ്ട് സ്നേഹനിധികളായ ശിവഗിരി സഹോദര്യം സ്മൈൽ കുടുംബാംഗങ്ങളെ, എല്ലാവർക്കും സ്നേഹവന്ദനം. എല്ലാത്തിലും തുച്ഛമല്ലോ ചെറുമക്കൾ, പുല്ലും ഇവർക്ക് വഴിവഴങ്ങ. കുമാരനാശാന്റെ ദുരവസ്ഥയാണ്. എല്ലാത്തിലും തുച്ഛമല്ലോ ചെറുമക്കൾ, പുല്ലും ഇവർക്കോ വഴിവഴങ്ങ. അവരുടെ ജീവിതമോ മറ്റുള്ളവർക്കായി ഉഴാനും നടുവാനും കറ്റ കൊയ്യാനും മെതിക്കുവാനും പറ്റുമീ കൂട്ടർ ഇരുകാലി മാടുകൾ. മറ്റു കൃഷിപ്പണി ചെയ്യുവാനും. നോക്കൂ, പകലന്തിയോളം അവർ ചോര നീരാക്കി എല്ലുമുറിയെ പണിയെടുക്കുന്നത് അവരുടെ ക്ഷേമത്തിനല്ല, മറ്റുള്ളവരുടെ സുഖത്തിനു വേണ്ടി. ഇവരെ മാടുകളോട് ഉപമിച്ചാൽ മാട് പ്രതിഷേധിക്കുമെന്നാണ് കവി പറയുന്നത്. മാടുകൾക്ക് എത്ര പവിത്ര സ്ഥാനമാണ് നാം കൊടുത്തിരുന്നത്. അവയെല്ലാം ദേവവാഹനങ്ങളാണ്. അതുകൊണ്ട് അവയെ പവിത്രമായി കാണുന്നു. ഒന്നോർത്താൽ മാടും കയർക്കോമീതൂക്കളോടൊന്നായി വറ്റയെ നാം ഗണിച്ചാൽ പാരം പവിത്രങ്ങൾ പൈക്കൾ ഈ പാവങ്ങൾ ദൂരത്തും തീണ്ടുള്ള ജാതിയല്ലോ. ദൂരത്തും തീണ്ടുള്ള ജാതിയല്ലോ. ഇവരെ പൊതുവെ ദളിതരെന്ന് വിളിക്കുന്നു. ഔദ്യോഗികമായി നമുക്കങ്ങനെ ഉപയോഗിച്ചുകൂടാ. അങ്ങനെ ഉപയോഗിക്കാൻ പാടുണ്ടോ എന്ന് സംശയമുണ്ട്. വിഭജിച്ച് മാറ്റപ്പെട്ടവർ, അറുത്ത് മാറ്റപ്പെട്ടവർ എന്ന അർത്ഥത്തിലാണ് ആ വാക്ക് ഉപയോഗിക്കുന്നത്. നമ്മൾ പലതും പറിച്ചെടുത്തിട്ട് ചിലതൊക്കെ വെട്ടിക്കളയും, പറിച്ചു കളയും എന്ന് പറയുന്നത് പോലെ സമൂഹത്തിന്റെ പൊതുധാരയിൽ നിന്ന് മുറിച്ചു മാറ്റപ്പെട്ടവരെന്ന അർത്ഥത്തിൽ അവരെ ദളിതരെന്നൊരു കാലത്ത് വിളിച്ചു.
അയിത്തോച്ചാടനം കോൺഗ്രസിൻ്റെ മുഖ്യ കാര്യപരിപാടികളിലൊന്നായി സ്വീകരിക്കപ്പെട്ടപ്പോൾ, വിശേഷിച്ച് ഗാന്ധിജിയുടെ ശിവഗിരി സന്ദർശനത്തിന് ശേഷം തൃപ്പാദങ്ങളോടുമായുള്ള സംഭാഷണത്തിന് ശേഷം അവർക്ക് പവിത്രമായ ഒരു നാമകരണം ഗാന്ധിജി നൽകുകയുണ്ടായി. അത് ഹരിജനം എന്നായിരുന്നു. വൈഷ്ണവ ജനത, ഹരിയുടെ ജനം. അവർ ദൈവത്തിൻ്റെ മക്കളത്രേ. ഇന്ന് ആ വാക്കും ഔദ്യോഗികമായി ഉപയോഗിക്കാൻ പാടുണ്ടോ എന്ന സംശയമുണ്ട്. സാങ്കേതിക പദം മാത്രമേ ഉപയോഗിച്ചുകൂടൂ. ഇവിടെ നാം കണ്ടല്ലോ, ദൂരത്തും തീണ്ടുള്ള ജാതി. ആലുവ അദ്വൈതാശ്രമത്തിലെ ഒരു ശിവരാത്രി നാൾ പൊതുവെ വിജനമായി കാണാറുള്ള അദ്വൈതാശ്രമം തീരെ വിജനമല്ല, പൊതുവെ വിജനമായി കാണാറുള്ള അദ്വൈതാശ്രമം ശിവരാത്രി ദിനം എത്തുമ്പോഴേക്കും ഒരു പട്ടണത്തിൻ്റെ സ്വഭാവം കൈവരിച്ചിരിക്കും. ആലുവ മണപ്പുറത്തിന് അഭിമുഖമായി അദ്വൈതാശ്രമം നിലകൊള്ളുന്നു. മലവെള്ളം പോലെ ആളുകൾ അവിടേക്ക് ഒഴുകിയെത്തും. തൃപ്പാദ സാന്നിധ്യമുള്ളത് കൊണ്ട് തൃപ്പാദ ഭക്തന്മാരായിട്ടുള്ള ആളുകൾ അദ്വൈതാശ്രമത്തിലേക്കും എത്തുകയായി. പല വിശേഷങ്ങളും, മണപ്പുറത്തെ പല വിശേഷങ്ങളും ശിഷ്യന്മാർ ഗുരുവിനെ ഉണർത്തിച്ചു പോരുന്നു. അവിടുന്ന് അതെല്ലാം കേൾക്കുന്നു. അവിടെ എത്തിച്ചേരുന്ന ആളുകൾ നൽകുന്ന വിവരങ്ങളും തൃപ്പാദ സന്നിധിയിൽ എത്തുന്നുണ്ട്. ആലുവാപ്പുറത്ത് ആളുകൾ ഇങ്ങനെ ഒഴുകി വരുന്നു. യാന്ത്രികമായി ചെയ്യേണ്ട ചില കർമ്മങ്ങൾ ചെയ്യുന്നു. അവിടെയെല്ലാം ചുറ്റി നടന്ന് കാണുന്നു. യാന്ത്രികമായി തന്നെ മടങ്ങിപ്പോകുന്നു. ഒരു കടമ നിർവഹിച്ച ഒരു സംതൃപ്തി അവരുടെ മുഖത്തില്ലാതെ ഒഴികയില്ല. ഇവിടെ ഗുരുദേവൻ അതിനൊരു മാറ്റം വരുത്തുകയാണ്. എല്ലാവരിലും മതബോധമുണ്ടാവണം. മതം അത് മനുഷ്യനെ നന്നാക്കുവാനുള്ളതാണ്. ആചാരത്തിലായിക്കൊള്ളട്ടെ, വിചാരത്തിലായിക്കൊള്ളട്ടെ, അതിനെയെല്ലാം സംശുദ്ധമാക്കുക, അതിനെയെല്ലാം മനുഷ്യ നന്മയ്ക്ക് ഉതകും വിധം ഉണർത്തുക. ഇതാണ് മതത്തിലൂടെ സാധിക്കേണ്ടത്. അതിനുള്ള ദിവ്യോപദേശങ്ങൾ അവിടുന്ന് നൽകിക്കൊണ്ടിരിക്കുന്നു. ആ ഉപദേശത്തിൻ്റെ വക്താക്കളായി, പ്രയോക്താക്കളായി ഗുരുവിൻ്റെ ശിഷ്യന്മാർ ഗ്രാമാന്തരങ്ങളിലൂടെ സഞ്ചരിക്കുകയാണ്. ഇവിടെ ആള് കൂടുമ്പോൾ സന്ദർഭാനുസരണം പ്രസംഗങ്ങൾ നടക്കുന്നുണ്ട്.
ഗുരുവിൽ നിന്നും സതീർത്ഥ്യന്മാരിൽ നിന്നും ലഭിച്ച അറിവുകൾ അവിടെ കൂടുന്ന ആളുകളുമായി അവർ പങ്കുവെക്കുകയാണ്. അതെല്ലാം വളരെ താല്പര്യപൂർവമാണ് ആളുകൾ കേൾക്കുന്നത്, കേട്ടിരിക്കുന്നത്. ഉറക്കിളയ്ക്കുന്നവർ അവർ കേവലം ഉറക്കിളയ്ക്കുക മാത്രമല്ല, അവരുണരുക കൂടിയാണ്. പാതിരാവോടടുത്തു. ഒരു വേള ഗുരുദേവൻ പർണശാലയിൽ നിന്ന് ഇറങ്ങി വരുന്നു. ആ പ്ലാറ്റ്ഫോമിൽ പ്രസംഗം പൊടിപൊടിക്കുകയാണ്. ഗുരുവിന്റെ മുഖത്തൊരു സംതൃപ്തി അനുഭവപ്പെടുന്നുണ്ട്. ഒരു വേള ആ പ്രസംഗം നിർത്തിവെക്കുവാൻ കൈകൊണ്ട് അവിടുന്ന് ആംഗ്യം കാണിക്കുന്നു. അവിടുന്ന് എന്തോ കണ്ടിട്ടാണ്. പെട്ടെന്ന് ആർക്കൊന്നും മനസ്സിലായില്ല. അവിടുന്ന് അല്പം അകലേക്ക് കൈ ചൂണ്ടിക്കൊണ്ട് അവരെന്താണ് അകന്നു നിൽക്കുന്നത് എന്ന് ചോദിക്കുന്നു. ആരും ഒന്നും മിണ്ടുന്നില്ല. ആർക്കും മിണ്ടാൻ സാധിക്കുമായിരുന്നില്ല. അവിടെ ഒരു നാട്ടാചാരം പാലിക്കുകയാണ്. അടുക്കാൻ കഴിയുന്നത്ര അടുത്ത് വന്നിട്ട് അവരവിടെ നിലയുറപ്പിച്ചിരിക്കുന്നു. അവർക്കതിൽ കൂടുതൽ അടുത്തുകൂടാ. അങ്ങനെയുള്ള ആളുകളാണ്. ആരും ഒന്നും മിണ്ടിയില്ല എങ്കിലും എല്ലാവർക്കും വ്യംഗ്യം മനസ്സിലായി. ഗുരു അവരെ കൈ കാട്ടി വിളിച്ചു. പലതരത്തിലുള്ള ആളുകളാണ് അവിടെ കൂടിയിരിക്കുന്നത്. ഇതാ അകലമിട്ട് കൗതുകത്തോടെ ഇങ്ങോട്ട് മാത്രം ശ്രദ്ധിച്ചു കൊണ്ടിരുന്ന കുറേയേറെ ആളുകളുണ്ട്, ഒന്നും രണ്ടുമല്ല. അവരാദ്യമൊന്ന് അമ്പരന്നു. അവർ വരാൻ മടിക്കുന്നു. ഗുരു വീണ്ടും കൈകാട്ടി വിളിച്ചപ്പോൾ ഇതാ അവർ യാന്ത്രികമായി മുമ്പോട്ട് വരുന്നു. അല്പം അറച്ചറച്ചാണ് വരുന്നത്. അടുക്കും തോറും അവരുടെ വേഗത കുറയുന്നു. ഇനി അടുക്കാമോ, ഇനി അടുക്കണമോ എന്നുള്ള ഒരു സന്ദേഹം അവരുടെ മുഖത്ത് നോക്കുമ്പോൾ അറിയാം. ഗുരുദേവൻ മുമ്പോട്ട് ചെന്ന് അതിൽ 2 കുട്ടികളെ ചേർത്ത് പിടിക്കുന്നു. അവരെ ഇരുവശങ്ങളിലും 2 കൈകൾ കൊണ്ടും ചേർത്ത് പിടിച്ച് ഇതാ ആ പ്ലാറ്റ്ഫോമിലേക്ക് കയറുകയാണ്. ഗുരു ഒരു കസേരയിലിരുന്നു. ഇരുവശത്തും ആ 2 പുലയ ബാലന്മാരെ ചേർത്ത് നിർത്തുന്നു, അണച്ചു നിർത്തുന്നു. അവിടുന്ന് കണ്ണടച്ചിരിക്കുകയാണ്. എത്രയോ നേരമായി അവിടെ പ്രസംഗം നടക്കുന്നു. ആ പ്രസംഗങ്ങളെക്കാൾ ഒരു ബോധവൽക്കരണ ശക്തി ഉണ്ടായിരുന്നു ഗുരുവിന്റെ ആ പ്രവൃത്തിക്ക്. ഇതാ പ്രസംഗിച്ചു കൊണ്ടിരുന്ന കാര്യങ്ങൾ ഇത് പ്രവൃത്തിയിലൂടെ ഗുരുദേവൻ ലോകത്തിന് കാട്ടിക്കൊടുക്കുകയാണ്. ഗുരു കണ്ണു തുറന്നു. എല്ലാവർക്കും കാണാം, ആ കണ്ണ് നനഞ്ഞിരിക്കുന്നു. സജലങ്ങളായ കണ്ണുകൾ. ആ 2 കുട്ടികളെയും മാറി മാറി നോക്കി ഒന്നുകൂടി ചേർത്തണച്ച് പിടിച്ചുകൊണ്ട് ഗുരു മൊഴിയുകയാണ്, ഇവരും ദൈവത്തിൻ്റെ സന്താനങ്ങൾ തന്നെ.
ഇവരും ദൈവത്തിൻ്റെ സന്താനങ്ങൾ തന്നെ. ആ പ്രസംഗിച്ച് നിന്ന ആളിനെ കൊണ്ട് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് താൻ അരുവിപ്പുറത്ത് വിളംബരപ്പെടുത്തിയ സമതയുടെ ആ സന്ദേശം, മനുഷ്യമഹത്വത്തിൻ്റെ ആ സന്ദേശം ഒരിക്കൽ കൂടി വിളംബരം ചെയ്യുന്നു. ജാതിഭേദം മതദ്വേഷമേതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത്. ആ പ്രാസംഗികൻ ഗുരുവിന് വേണ്ടി അത് ഉച്ചൈസ്തരം വിളംബരം ചെയ്തു. ആ അദ്വൈതാശ്രമം എത്ര ധന്യമായ നിമിഷം, എത്ര പവിത്രമായ നിമിഷം. ഓർക്കുക, പലപ്പോഴും നാം അലസമായി ദളിതോദ്ധാരണത്തെക്കുറിച്ച് പറഞ്ഞു പോരാറുണ്ട്. ഇതുപോലുള്ള എത്രയോ സംഭവങ്ങൾ നിറഞ്ഞതായിരുന്നു ഗുരുദേവന്റെ ജീവിതം. സന്ദർഭാനുസരണം ഇതൊക്കെ പരാമർശിക്കുന്നുണ്ട് എങ്കിലും മിക്കപ്പോഴും അതൊന്നും നമ്മുടെ ശ്രദ്ധയിലേക്ക് വരാറില്ല. അവിടുന്ന് പലതും വിളംബരപ്പെടുത്തുന്നു. പക്ഷെ ആ വിളംബരപ്പെടുത്തുന്നതിന് മുമ്പ് തന്നെ അതെല്ലാം സ്വജീവിതത്തിൽ പ്രായോഗികമാക്കിയിരുന്നു എന്ന് നമ്മൾ അറിയുന്നുവോ? കേവലം ഒരു ആദർശ പ്രഖ്യാപനം മാത്രമായിരുന്നില്ല ഗുരുവിൻ്റെ വാക്കുകൾ. ആ വാക്കുകൾക്ക് ആകർഷകത്വമുണ്ടായിരുന്നത്, ആ വാക്കുകൾ സഫലമായിരുന്നത്, അതെല്ലാം അനുഷ്ഠാന വിധേയമാക്കിക്കൊണ്ടിരുന്നത് കൊണ്ടാണ്. കാലത്തിൻ്റെ ശബ്ദം കേട്ട് ചില പ്രസ്ഥാനങ്ങളൊക്കെ ഉണർന്നിട്ടുണ്ട്. അവർ ആ കാലത്തിൻ്റെ ശബ്ദത്തിനനുസരിച്ച് വഴങ്ങി വന്നിട്ടുണ്ട്. അങ്ങനെ ഒരു പ്രക്രിയയായിരുന്നു ഭാരതീയ മഹാജനസഭ എന്നന്ന് നമ്മൾ പറഞ്ഞിരുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അന്നത്തെ ഐത്തോച്ചാടന പരിപാടി അതിൻ്റെ ഒരു കാര്യക്രമമായി സ്വീകരിച്ചത്. അപ്പൊ അവിടെ നോക്കണം, ഐത്തോച്ചാടനം ഒരു കാര്യപരിപാടിയായി സ്വീകരിച്ച ആ കോൺഗ്രസിന്റെ മഹാസമ്മേളനത്തിൽ അവിടെ അധകൃത ജാതിക്കാർക്ക് കുടിക്കുവാൻ പ്രത്യേകം പാത്രത്തിൽ വെള്ളം വെച്ചിരുന്നു. അങ്ങനെയുള്ളവർക്ക് ഇരിക്കുവാൻ വേലി കെട്ടി തീണ്ടാപ്പാടകലം അവിടെ പാലിക്കപ്പെട്ടിരുന്നു. സവർണർക്ക് കുടിക്കുവാൻ വെച്ചിരുന്ന പാത്രത്തിൽ നിന്ന് വെള്ളമെടുത്തതിൻ്റെ പേരിൽ ചെറിയൊരു അനിഷ്ടം അവിടെ ഉണ്ടാകാതെയും ഇരുന്നില്ല. അവിടെ അധകൃതനായി തന്നെ നിൽക്കുകയാണ്. വേദിയിലോ ഘോരഘോരം പ്രസംഗം നടക്കുന്നു, ഐത്ത നിരോധനത്തിനു വേണ്ടി. എന്നാൽ ശ്രീനാരായണീയ വേദികൾ അങ്ങനെ ആയിരുന്നില്ല. തൃപ്പാദ സാന്നിധ്യം ഉണ്ടായിരുന്നപ്പോൾ വിശേഷിച്ചും. എന്നുകൊണ്ട് ഗുരുവിൻ്റെ അനുയായികളെല്ലാം ഒരു നിമിഷം കൊണ്ട് മാറി മറിഞ്ഞു എന്നും നമ്മൾ അർത്ഥമാക്കരുത്. പലയിടത്തും സാവകാശമാണ് അവർ ഈ സന്ദേശങ്ങൾ ഉൾക്കൊണ്ടത്.
വിളക്ക് കത്തിക്കുമ്പോൾ ക്ഷണനേരത്തിലുണ്ടാകുന്ന പ്രകാശം പോലെ സാമാന്യ മനുഷ്യന്റെ ധാരണ പെട്ടെന്ന് മാറി വരില്ല. അതിൻ്റെതായ സാവകാശമെടുക്കും. മനുഷ്യന്റെ ഈ മനോഭാവം ശരിക്ക് ഗുരുദേവൻ ഉൾക്കൊള്ളുമായിരുന്നു. എന്നാൽ സ്വജീവിതത്തിലോ അവിടുന്ന് യാതൊരു വിട്ടുവീഴ്ചയും ആ കാര്യത്തിൽ ചെയ്തതായി കാണുന്നില്ല. അവിടുത്തെ ബാല്യകാല ലീലകളിൽ നമ്മൾ കാണുന്നുണ്ട്. തീണ്ടുള്ളവരെ ചെന്ന് തൊട്ടുക, അവരുമായി കളിക്കുക, ആചരിക്കുന്നവരായ കുടുംബാംഗങ്ങളെ ചെന്ന് തൊട്ട് അശുദ്ധമാക്കുക. അന്ന് ബാലചാബല്യമോ കുസൃതിയോ ആയിട്ടാണ് കണ്ടിരുന്നത് എങ്കിൽ അവിടുത്തെ ജീവിതം പൂർണ്ണമായപ്പോൾ നാം മനസ്സിലാക്കുന്നു, ഭാവി പ്രവർത്തനങ്ങൾക്കുള്ളതെല്ലാം അവിടുന്ന് ജന്മം സംഭവിച്ച നിമിഷം മുതൽ തുടങ്ങിയിരുന്നു എന്ന്. അതല്ലാതെ ഒരു പ്രത്യേക നിമിത്തം ഉണ്ടായി ജീവിതത്തിൽ. നമ്മുടെ സത്യവ്രത സ്വാമികളെ പോലെ പലരും അങ്ങനെയായിരുന്ന യുദ്ധം നാട്ടാചാരം അനുസരിച്ച് പാലിച്ചു വന്നിരുന്നു. ഗുരുസമ്പർക്കം ഉണ്ടാകുന്നതിലൂടെയാണ് അതിനൊരു മാറ്റം വരുന്നത്. അതുപോലെ നിമിത്തവശാൽ ഉണ്ടായതല്ല ഗുരുവിൻ്റെ ഈ സ്വഭാവം. അതൊരു ജന്മ സ്വഭാവമായിരുന്നു. അവിടുന്ന് കൂട്ടുകൂടിയിരുന്നത് പുലയരോടും മറ്റുമായിരുന്നു. എന്നാൽ ഹരിജന പ്രേമം കാണിക്കുന്നതിന് വേണ്ടി ഹരിജനങ്ങളോട് മാത്രം ഇടപഴകി മറ്റുള്ളവരെയെല്ലാം ഇവരെ ഉപദ്രവിക്കുന്നവരായി ശത്രുപക്ഷത്ത് കണ്ടുകൊണ്ട് അങ്ങനെ ഹരിജനപ്രേമം കാണിച്ച ആളുകളെയും നമുക്ക് ചരിത്രത്തിൽ കാണാം. ഇതങ്ങനല്ല. എത്ര നയപരമായിട്ടായിരുന്നു ഗുരുദേവൻ ബാല്യം മുതൽ സമസൃഷ്ടങ്ങളെ എല്ലാവരെയും തുല്യനിലയിൽ കണ്ടതും എല്ലാവരോടും തുല്യമായി ഇടപെട്ടതും. ആദരണീയനായ ചാവറുകോട്ട് കൊച്ചുചെറുക്കൻ വൈദ്യർ മഹാധനികനായിരുന്നു. ഒരു മികച്ച സംഘാടകൻ കൂടിയായിരുന്നു. അദ്ദേഹമായിരുന്നു SNDP യോഗത്തിന്റെ ആദ്യ ഉപാധ്യക്ഷൻ. അദ്ദേഹം അനുസ്മരിക്കുന്നുണ്ട്, ഒരിക്കൽ രാവിലെ നടക്കുമ്പോൾ ഒരു പുലക്കുടിലിൽ കോമളനായ ഒരാൾ നിൽക്കുന്നത് കണ്ടു. സാധാരണ കരിത്തുണി ഉടുത്ത് ആളുകളെ കാണുന്ന ഒരു കുടിലിൽ ഇതാ കോമളനായ ഒരു യുവാവ്. ഇതെന്ത് കൗതുകത്തോടെ നോക്കിയപ്പോൾ അവിടെ അടുപ്പത്ത് കലത്തിൽ നിന്ന് ചട്ടിയിലേക്ക് എന്തോ കോരിയിട്ട് തിന്നുകയാണ്. ഒരു പച്ച പുതപ്പ് പുതച്ച ഒരു യുവാവ്. നോക്കിയപ്പോൾ അത് നാണുഭക്തനാണെന്ന് മനസ്സിലായി. അവിടെ ആ പുലയി വളരെ അമ്പരന്ന് ഭയക്കുന്നുമുണ്ട്. അവരിങ്ങനെ അമ്പരന്ന് നോക്കി നിൽക്കുകയാണ്. നാരായണ ഗുരുസ്വാമികളെ ആദ്യമായി ദർശിച്ച രംഗം ചാവറുകോട്ട് വൈദ്യർ പലപ്പോഴും അതിശയത്തോടെ അയവിറക്കുമായിരുന്നു. കാണാൻ കഴിയാതെ പോയ എത്രയോ സംഭവങ്ങൾ ഉണ്ടായിരിക്കാം. പലയിടങ്ങളിലേക്കും അവിടുന്ന് കടന്നു ചെന്നതായും പലയിടത്തെയും ആതിഥ്യം സ്വീകരിച്ചതായും ഒക്കെ നമ്മൾ വായിക്കുന്നുണ്ട്.
അങ്ങനെയുള്ള സംഭവങ്ങൾ കൊണ്ട് നിറഞ്ഞതാണ് ഗുരുവിൻ്റെ ജീവിതം. പക്ഷെ അത് പൂർണ്ണമാണോ? എഴുത്തറിയാൻ പാടില്ലാത്ത, ഇതുപോലെ ചെറ്റക്കുടിലുകളിൽ താമസിക്കുന്ന ആളുകൾക്ക് ഇതൊക്കെ രേഖപ്പെടുത്തി വെക്കുവാൻ കഴിയുമായിരുന്നോ? അവർക്കൊക്കെ ഇത് അയവിറക്കുവാനുള്ള സാഹചര്യമുണ്ടായിരുന്നുവോ? ഇങ്ങനെ എത്രയോ സംഭവങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽ വരാതെ പോയിട്ടുണ്ടാവണം. പ്രിയമുള്ളവരെ, തലശ്ശേരിയിൽ ജഗന്നാഥ ക്ഷേത്രം പ്രസിദ്ധമാണ്. നമുക്കറിയാം, അവിടെ പുലയരെ പ്രവേശിപ്പിച്ചത് വളരെ വളരെ സാവകാശത്തിലാണ്. യാഥാസ്ഥിക മനസ്സ് അതിനനുകൂലമല്ലായിരുന്നു. സ്വാമി തൃപ്പാദങ്ങളെ എത്ര ആദരവോടെയാണ് അവർ ശിവഗിരിയിൽ നിന്ന് തലശ്ശേരിക്ക് കൊണ്ടുപോയത്. അവിടുത്തെ വാക്കുകൾ വേദവാക്യങ്ങളായിരുന്നു, ആജ്ഞയായിരുന്നു. പക്ഷെ ഈ കൽപ്പനയൊന്നും ഈ ഒരു കാര്യത്തിൽ, ബാക്കി എല്ലാ കാര്യങ്ങളും അനുസരിക്കപ്പെട്ടു. പക്ഷേ ഈ കാര്യം വരുന്നിടത്ത് പ്രമാണിമാർക്കൊക്കെ വ്യക്തിപരമായി അതിനോട് വിയോജിപ്പില്ല. അവിടെ അവരുടെ സന്ദേഹം, ബഹുജനങ്ങളുടെ ഇടയിൽ ആശയക്കുഴപ്പമുണ്ടാകും. ബഹുജനങ്ങളുടെ ഇടയിൽ ആശയക്കുഴപ്പമുണ്ടാകും. അവരുടെ മനസ്സ് മാറി വരുവാൻ സമയം പിടിക്കും. അതേ സമയം തന്നെ പല സന്ദർഭങ്ങളിലും ഗുരുവിൻ്റെ മുമ്പിൽ പരിഭവങ്ങളോ പരാതിയോ സങ്കടങ്ങളോ ഒക്കെ ഉണർത്തിക്കപ്പെടുമായിരുന്നു ഇവർ തന്നെ. ഇവരുടെ പരാതി എന്താണ്? ജാതി മൂലം തങ്ങൾ അനുഭവിക്കേണ്ടി വരുന്ന ദുരിതങ്ങൾ, തിക്താനുഭവങ്ങൾ. ഉയർന്ന ജാതിക്കാരിൽ നിന്നും ഉണ്ടാകുന്നത് ഇവർക്ക് അസഹനീയമാണ്. അതിനെക്കുറിച്ച് ഇവർക്ക് പരാതിയുണ്ട്. അതേസമയം തന്നെ താഴേക്കിടയിലുള്ളവരോടോ ഒരനുകമ്പയും ഇവർ പുലർത്തുന്നുമില്ല. അഥവാ അനുഭാവമുണ്ടെങ്കിൽ തന്നെ, തുച്ഛമായ ആളുകൾക്കതുണ്ടെങ്കിൽ തന്നെ അവർ നിസ്സഹായരായും തീരുകയാണ്. കുറെ കാലം മുമ്പോട്ട് പോയപ്പോൾ ഗുരുദേവൻ ഒരു കാര്യം അറിഞ്ഞു. ആ പ്രദേശത്തുള്ള പുലയർ അവിടുത്തെ വിശേഷ ദിവസം വരുമ്പോൾ കുളിച്ച് ശുദ്ധം പാലിച്ച് ശുഭ്രവസ്ത്രധാരികളായി ഏതാണ്ടൊരു ഘോഷയാത്ര പോലെ, അത് സാധാരണക്കാർ നടക്കുന്ന വഴിയെ വരാൻ പാടുണ്ടോ? വരമ്പുകളും കാട്ടുപന്തകളും ഒക്കെ ചവിട്ടി താണ്ടി അവർ സംഘടിച്ചു വരും. സാക്ഷാൽ ജഗന്നാഥന് വേണ്ടി കാഴ്ചകളുമായി. ഒന്നോർത്തു നോക്കൂ. ഇവിടെ നമ്മൾ കാണേണ്ട ഒരു കാര്യം, നമ്മളാൽ അവഗണിക്കപ്പെട്ട ഒരു സമൂഹമാണെങ്കിലും ദേവകാര്യത്തിന് അവർ സംഘടിച്ചു വരുമായിരുന്നു. ഇത് തലശ്ശേരിയിൽ മാത്രമല്ല കാണുന്നത്. സമാനമായ കാഴ്ചകൾ നമുക്ക് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കാണാം. അവരെന്തിൻ്റെ പേരിലാണ് വരുന്നത്? നാം ഇന്നോളം അത് ചിന്തിച്ചിട്ടില്ല. അകറ്റി നിർത്തപ്പെട്ടവർ, നമ്മൾ അടുപ്പിക്കുന്നില്ല എങ്കിലും ഇതാ അവർ നമ്മളോടടുക്കുന്നു. ഓർത്തു നോക്കൂ, അവർ അടുക്കുന്നു.
പക്ഷേ നമ്മൾ അടുപ്പിക്കുന്നില്ല. ഇത് ഗുരുവിനെ എത്രത്തോളം വേദനിപ്പിച്ചിരിക്കണം. ഒരു വേള അവിടുത്തെ ഉത്സവ സമയത്താണ് അവിടുന്ന് എഴുന്നള്ളുന്നത്. അന്ന് ഈ പറഞ്ഞതുപോലെ പുലയർ സംഘടിച്ച് ഏതാണ്ട് ഒരു ഘോഷയാത്ര എന്ന മട്ടിൽ തന്നെ വന്നിരിക്കുകയാണ്. അവർ മര്യാദ പാലിക്കുന്നുണ്ട്. അവർ ഇതാ തീണ്ടാപ്പാടകലെ വയലിൽ വന്ന് അച്ചടക്കത്തോടെ നിലകൊള്ളുകയാണ്. അച്ചടക്കത്തോടെ നിലകൊള്ളുന്നു. നോക്കുമ്പോൾ കാണാം, അവർ വെള്ള വസ്ത്രം ധരിച്ചിരിക്കുന്നു. കുളിച്ച് കുറിയിട്ടാണ് വന്നിരിക്കുന്നത്. അവർ പുതിയതായി നെയ്തുണ്ടാക്കിയ വട്ടിയിലും മറ്റും ഭഗവാനുള്ള പല കാഴ്ചകളും കൊണ്ടുവന്നിട്ടുണ്ട്. കായ്കനികളുണ്ട്, പുഷ്പങ്ങളുണ്ട്. അവരതെല്ലാം ദേവന് കൊടുക്കുമ്പോൾ എത്ര വിശ്വാസത്തോടെയാണ് അവർ കൊടുക്കുന്നത്. അത് വൃത്തിയായി അവിടെ വെച്ചിട്ട് അവർ പിന്നോക്കം മാറി എല്ലാവരും പഞ്ചാക്ഷരി മന്ത്രം ജപിച്ചുകൊണ്ട് അവിടെ നിൽക്കുകയാണ്. അവർക്ക് ഭഗവാനെ കാണണമെന്നുണ്ടാവും, പക്ഷേ കാണാൻ സാധിക്കില്ല എന്ന് അനുഭവം കൊണ്ടവർക്കറിയാം. പക്ഷേ അവർ ഈ ജപം കൊണ്ട് സംതൃപ്തരാണ്. ഗുരു ഇതെല്ലാം നോക്കിക്കാണുന്നുണ്ട്. ഇതാ ഒരു സമയം കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഒരു വൈദികൻ അവിടെ ചെന്ന് ആ കാഴ്ചകളിലെല്ലാം വെള്ളം തെളിച്ച് ശുദ്ധം വരുത്തുന്നു. ഇതാ വീണ്ടും പിന്നോട്ട് മാറുന്നു. അപ്പോൾ ആ സാധുജനങ്ങൾ എല്ലാവരും വന്ന് അവർ ഭഗവാന് സമർപ്പിക്കുവാനുള്ള കാണിക്ക മറ്റൊരു ഇലയിൽ വെച്ചിട്ട് വീണ്ടും അതുപോലെ പിന്മാറുന്നു. ഉടൻ തന്നെ ആളുകളെത്തി ഇവർ കൊണ്ടുവന്ന കാഴ്ച അതെല്ലാം എടുത്ത് കൊണ്ടുപോകുന്നു. അവിടെ അർപ്പിച്ചിരിക്കുന്ന കാണിക്കയും എടുക്കുന്നു. ആ സ്ഥാനത്തേക്ക് ഇവർക്കായുള്ള പ്രസാദം നിലത്തെലയിൽ തന്നെ വെച്ചിട്ട് പോരുന്നു. വൈദികൻ പിന്തിരിഞ്ഞ് തിരിച്ചു കയറി കഴിയുമ്പോൾ ഇതാ ഇവർ വന്ന് ആ പ്രസാദം എടുത്തുകൊണ്ട് പോകുന്നു. ഈ രംഗമെല്ലാം ഗുരു കാണുകയാണ്. അവിടെ ഗുരുദേവൻ അവരെ കൂടി അകത്ത് പ്രവേശിപ്പിച്ചു കൂടെയോ എന്ന് അധികാരികളോട് ചോദിക്കുന്നുണ്ട്. അതിന് സമയമായില്ല എന്നാണ് പൊതുവെയുള്ള മറുപടി വരുന്നത്. ചിലർക്കാണെങ്കിൽ കടുത്ത അഭിപ്രായ വ്യത്യാസവുമുണ്ട്. പാരമ്പര്യ ആചാരം പാലിക്കുന്ന അവർക്ക് ഒരു വിട്ടുവീഴ്ചയുമില്ല. അങ്ങനെയുമുണ്ട് ചിലർ. അപ്പോൾ ഗുരുദേവൻ അവരോട് ചോദിക്കുകയാണ്, ഉയർന്ന ജാതിക്കാരുടെ ഹോയ് വിളി കേട്ട് നിങ്ങൾ ആട്ടി അകറ്റപ്പെടുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന പ്രയാസവും ദുഃഖവും ചിന്തിച്ചാൽ ഇങ്ങനെയുള്ളവരെ ആട്ടി അകറ്റാൻ തോന്നില്ല. ഉയർന്ന ജാതിക്കാരിൽ നിന്ന് ആട്ടി ഓടിക്കുന്നവർക്ക് ഉണ്ടാകുന്ന ദുഃഖം അത് എത്ര തവണ ഇവർ തന്നെ ഗുരുവിന്റെ മുമ്പിൽ അവതരിപ്പിച്ചിരിക്കുന്നു. ആട്ടി അകറ്റപ്പെടുന്നതിൻ്റെ ആ ദുഃഖം അറിയാവുന്നവർ അതൊരു ഓർമ്മയുണ്ടായിരുന്നു എങ്കിൽ ഇവരീ അധസ്ഥിതരെ ആട്ടി അകറ്റുമായിരുന്നില്ല. ഇതാണ് ഗുരു പറയുന്നത്. താഴ്ന്നവരെ തങ്ങളോടടുപ്പിച്ചാൽ മാത്രമേ തങ്ങൾക്ക്
ഉയർന്നവരോട് അടുക്കുവാൻ സാധിക്കുമോ? താഴ്ന്നവരെ അടുപ്പിക്കുന്നവർക്ക് മാത്രമേ ഉയർന്നവരോട് അടുക്കുവാൻ സാധിക്കൂ. സഹോദരങ്ങളെ, ഇത് പ്രാവർത്തികമാക്കിയിരുന്നു ഗുരു. താഴ്ന്നവരെ അവിടുന്ന് അടുപ്പിച്ചതുകൊണ്ട് ഉയർന്നവരോട് അടുക്കുവാൻ ഗുരുവിന് ഒരു തടസ്സവും ഉണ്ടായില്ല. ചില ഒറ്റപ്പെട്ട സംഭവങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് ഇതിനെ ഖണ്ഡിക്കാൻ നമ്മൾ നോക്കണ്ട. പൊതുവിൽ ഒന്നോർത്ത് നോക്കൂ. പൊതുവിൽ ഉയർന്നവരെന്ന് കരുതപ്പെട്ടിരുന്ന പലരും ഗുരുവിൻ്റെ ശിഷ്യന്മാരായി തീർന്നതെങ്ങനെ? അവരെല്ലാം ഗുരുവിൻ്റെ അനുയായികളോ അനുഭാവികളോ ആയി തീർന്നതെങ്ങനെ? അതിൻ്റെ അടിസ്ഥാനം ഇതായിരുന്നു. താഴ്ന്നവരോട് ഗുരു അടുത്തതുകൊണ്ട്, താഴ്ന്നവരെ തന്നോട് അടുപ്പിച്ചതുകൊണ്ട്. അതേതാണ്ടൊരു ഈശ്വരീയ നിയമം പോലെയാണ്. ഉയർന്നവരെല്ലാവരും ഗുരുവിനോടടുത്തു. അധികാര സ്ഥാനങ്ങളിലുള്ളവർ പോലും ഗുരുവിനോടടുക്കുകയായിരുന്നു. എത്രയോ സംഭവങ്ങൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും. കുമാരനാശാൻ പാടി, തേച്ചു മിനുക്കിയാൽ കാന്തിയും മൂല്യവും വാച്ചിടും കല്ലുകൾ ഭാരതാംബേ, താണുകിടക്കുന്നു നിൻ കുക്ഷിയിൽ ചാണ കാണാതെ 6-7 കോടിയെന്നും. താണുകിടക്കുന്നു നിൻ കുക്ഷിയിൽ ചാണ കാണാതെ 6-7 കോടിയെന്നും. തേച്ചു മിനുക്കിയാൽ ഇവർ വിളങ്ങുന്നവരാണ്. നമ്മളൊരിക്കൽ കണ്ടല്ലോ, സാധു ശിവപ്രസാദ സ്വാമികളെ പറ്റി. തൃശ്ശൂർ ഗുരുദേവൻ എഴുന്നള്ളുമ്പോൾ ശിവപ്രസാദ സ്വാമികൾ അവിടെ എത്തുകയുണ്ടായി. റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഒരു ഭക്തഭവനത്തിലേക്ക് അവിടെ നിന്ന് എഴുന്നള്ളുമ്പോൾ സ്വാമികളും ഒപ്പം കൂടി. പോകുന്ന വഴിക്ക് ഇതാ പാടത്ത് കുറെ പുലക്കുട്ടികൾ, അവരും ആ പാടത്ത് അവർക്ക് ചെയ്യാവുന്ന പണികൾ ചെയ്യുകയാണ്. ഗുരു കൗതുകത്തോടെ അവരെ നോക്കി നിന്നു കുറേ സമയം. സ്വാമികളോട് പറയുകയാണ്, ഇവരെ നിത്യവും എണ്ണ തേപ്പിച്ച് കുളിപ്പിക്കുകയും നിത്യവും എണ്ണ തേച്ച് കുളിപ്പിക്കുകയും നെയ്യും പരിപ്പും കൊടുക്കുകയും ചെയ്താൽ ഇവരും സാക്ഷാൽ ഉണ്ണിക്കണ്ണന്മാരായി തീരില്ലേ? ഇവരും ഉണ്ണിക്കണ്ണന്മാരായി തീരും. തേച്ച് മിനുക്കിയാൽ കാന്തിയും മൂല്യവും വർദ്ധിക്കുമെന്ന് സാരം. ആ ശിഷ്യൻ തൊഴുതു നിന്നു. ഗുരു ആ ശിഷ്യനോട് ചോദിക്കുന്നു, പുലയരോടൊത്ത് ആഹാരം കഴിക്കുമോ? അദ്ദേഹം പറയുന്നു, കഴിക്കാം. കുഷ്ഠരോഗിയോടൊപ്പം കഴിക്കുമോ? അപ്പോൾ പറയുന്നു, സാധിക്കുമെന്ന് തോന്നുന്നില്ല, ഭയമുണ്ട്. അവിടുന്ന് അപ്പോൾ ആത്മകഥം പോലെ പറഞ്ഞുകൊണ്ട് പോവുകയാണ്. പുലയന്റെ ചട്ടിയിൽ നിന്നും കുഷ്ഠരോഗിയുടെ ചട്ടിയിൽ നിന്നും
ഞാൻ വാരി തിന്നിട്ടുണ്ട്. ഒരറപ്പും തോന്നിയില്ല, ഒരറപ്പും തോന്നിയില്ല. മരുത്വാമലയിൽ പ്രത്യക്ഷപ്പെട്ട ഒരു കുഷ്ഠരോഗിയുടെ കാര്യം മാത്രമായിരിക്കില്ല അവിടുന്ന് സൂചിപ്പിച്ചത്. അവിടുന്ന് ഈ ദേശാന്തരം ഇങ്ങനെ അവധൂതനായി കഴിഞ്ഞതിനിടയ്ക്ക് എന്തെല്ലാം സംഭവങ്ങൾ ഉണ്ടായിരുന്നിരിക്കും. ഒരിക്കൽ ഗുരുദേവൻ ഒരു ദേശത്തെത്തി. എറണാകുളമാണ്. ഭേദപ്പെട്ട ഒരു വീട്ടിലായിരുന്നു താമസ സൗകര്യമൊരുക്കിയിരുന്നത്. യാതൊരു അസൗകര്യവും അതൃപ്തിയും തോന്നേണ്ടതില്ല. നല്ല ഭക്തഭവനം തന്നെ. ഒരു വേള അവിടുന്ന് അപ്രത്യക്ഷമാകുന്നു എന്ന് പറയുമ്പോൾ ആരുടെയും ദൃഷ്ടിയിൽപ്പെടാതെ അവിടുന്ന് നിഷ്കർമ്മിച്ചു. തേടി നടക്കാൻ തുടങ്ങി. മണിക്കൂറുകൾ തേടിയിട്ടും കണ്ടെത്തുന്നില്ല. അവിടുന്ന് ചെല്ലാനിടയുള്ള പല സ്ഥലങ്ങളിലും ആളുകളെത്തി അന്വേഷിച്ചു, കണ്ടെത്തുന്നില്ല. പിന്നെയാണ് വള്ളം തുഴഞ്ഞു വന്ന ഒരു സാധു വിളിച്ചു പറയുന്നത്, അക്കരെ ആ വീട്ടിൽ ഒരാളെ കണ്ടു. ഒരാളെ കണ്ടെന്നേ പറഞ്ഞുള്ളൂ. അത് തൃപ്പാദങ്ങളാണെന്ന് അയാൾ എങ്ങനെ അറിയും? ഒരു സംശയം വെച്ച് അക്കരെ കടക്കണമെങ്കിൽ കിലോമീറ്ററുകൾ വളഞ്ഞു ചുറ്റി, അതുപോലെ ദുഷ്കരമാണ്, കായലിനക്കരെയാണ്. അങ്ങനെ വേണം അവിടെ ചെല്ലുവാൻ. അവിടെ ചെല്ലുമ്പോഴാണ്ട് ഓല മേഞ്ഞ ഒരു കൊച്ചു ഭവനത്തിൽ നിന്നും തൃപ്പാദങ്ങൾ ഇറങ്ങി വരുന്നു. മണിക്കൂറുകളായി അവിടെ ചെലവഴിക്കുന്നു. ആ ഗൃഹനാഥനാണെങ്കിൽ വളരെ ഭവ്യതയോടെ, എന്നാൽ ഏറെ സംതൃപ്തിയോടെ, അവിചാരിതമായിട്ടാണ് തൃപ്പാദങ്ങൾ അങ്ങോട്ട് കയറി ചെല്ലുന്നത്. അദ്ദേഹം ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല അവിടെ ചെല്ലുമെന്ന്. അതൊരു അരയ ഭവനമായിരുന്നത്രേ. അപ്പോൾ അവിടെ ആഹാരം ചോദിച്ചു മേടിച്ച് കഴിക്കുകയായിരുന്നു. ഇവരാണെങ്കിൽ ആകെ അമ്പരന്നു പോയി. മറ്റു പലയിടങ്ങളിലും തൃപ്പാദങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുന്നതിന് പാത്രങ്ങൾ ഉണ്ടായിരിക്കും. ഇവിടെ അങ്ങനെയുള്ള ഒരു മുൻകരുതലുമില്ല. പക്ഷെ ആ ഉള്ള സൗകര്യത്തിലെ ആതിഥ്യം അവിടുന്ന് തൃപ്തിയോടെ സ്വീകരിച്ചു. ആ മനുഷ്യന്റെ നന്മ ഗുരുവിനറിയാവുന്നത് കൊണ്ടാണ് ക്ഷണിക്കാതെ അവിടേക്ക് കടന്നു ചെല്ലുന്നത്. അവിടുന്ന് ഭക്ഷണം ചോദിച്ച് മേടിച്ച് കഴിക്കുന്നത്. ഇത് കണ്ടു നിന്ന പലർക്കും അമ്പരപ്പാണ് തോന്നിയത്. അവരുടെ എല്ലാം മുഖഭാവം, ഹൃദയജ്ഞാനിയായ ഗുരുവിന് അവരുടെ എല്ലാം മുഖഭാവത്തിൽ നിന്ന് മാത്രമല്ല, അല്ലാതെയും അവരുടെ മനോഗതികൾ വായിച്ചെടുക്കുവാൻ പറ്റുമായിരുന്നു. കാലം എത്ര പോയി, എന്നിട്ടും ഇവരുടെ ഉള്ളിൽ നിന്ന് ഇത്രയെല്ലാം പ്രബോധനങ്ങൾ നടന്നിട്ടും ഇവരുടെ ഉള്ളിൽ നിന്ന് ഇത് മാറുന്നില്ലല്ലോ. അവിടെ ഗുരു നിരാശപ്പെടുകയല്ല. ഗുരു എപ്പോഴും ശുഭാപ്തി വിശ്വാസിയാണ്. ഇതൊക്കെ മാറുക തന്നെ ചെയ്യും. ഇതാ ഗുരുവിന്റെ സഹായത്തോടെ പഠിച്ച സഹോദരൻ അയ്യപ്പൻ. പല വഴിക്ക് അദ്ദേഹത്തിന്റെ പഠനം പുരോഗമിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് അധ്യാപക വൃത്തിയിലേക്കും അദ്ദേഹം കടന്നിരിക്കുകയാണ്.
ആ യുവാവിൻ്റെ മാസ്മരിക വചനങ്ങൾ കേൾക്കുവാൻ ആകർഷകമായ സംഭാഷണമായിരുന്നു സഹോദരൻ അയ്യപ്പൻ്റേത്. ഒരാങ്കിൽ ഏതാണ്ട് ഒരു മുനിവാടത്തിൽ എന്ന് പറഞ്ഞതുപോലെ സാക്ഷാൽ കുമാരനാശാനോടൊപ്പം ഒരു കൊച്ചു കുടിലിൽ കൈതമുക്കിലെ ആ ലക്ഷണമൊക്കാത്ത ആ കുടിലിൽ ഒന്നിച്ച് താമസിച്ച അനുഭവം, അവർ തമ്മിൽ ഉണ്ടായിട്ടുള്ള സംഭാഷണങ്ങളും വാദപ്രതിവാദങ്ങളും ഇതിലൂടെ സഹോദരനയ്യപ്പൻ മാത്രമല്ല തെളിഞ്ഞത്, കുമാരനാശാന്റെ കാഴ്ചപ്പാടിനെയും തെളിക്കുവാൻ ഈ യുവാവുമായിട്ടുള്ള സമ്പർക്കം ഇടവരുത്തിയിരുന്നു എന്നുള്ളതാണ്. ഇവരന്യോന്യം കൊള്ളുകയും കൊടുക്കുകയും ചെയ്തു. ആശാന്റെ വിവാഹം നടന്നു. കഷ്ടിച്ച് 2 പേർക്ക് മാത്രം കഴിയുവാനുള്ള ഈ കുടിലിലേക്കാണ് ഭാനുമതി അമ്മയെ വിവാഹം കഴിച്ചു കൊണ്ടിരുന്നത്. ആശാൻ അഭിമാനിയായിരുന്നു. സാശ്രയത്വ ബോധം ഇതുപോലെ ഉണ്ടായിരുന്ന ഒരാളില്ല. ഇല്ലായിരുന്നു എങ്കിൽ ഭേദപ്പെട്ട വീട് കായിക്കരയുണ്ട്, അങ്ങോട്ട് പോകാമായിരുന്നു. മഹാധനികനാണ്, ധനിക കുടുംബമാണ് ഭാനുമതി അമ്മയുടെ, അങ്ങോട്ട് പോകാമായിരുന്നു. ആ കൊച്ചു കുടിലിൽ വ്യവസ്ഥയിൽ പാടുന്നത് പോലെ വൃത്തവും കോണും ചതുരവുമല്ലതിൽ എത്തി നോക്കിയിട്ടില്ല ശില്പ തന്ത്രം എന്ന പറയുന്ന പോലെ അത്രയും വരില്ലെങ്കിലും ഒരു കൊച്ചുകുടിൽ. സാഹചര്യം മനസ്സിലാക്കി സഹോദരൻ അയ്യപ്പൻ ഒരു വാടക മുറിയിലേക്ക് മാറുന്നു, താമസം മാറുന്നു. ആശാനും മൗനമാണ്. ഭാനുമതി അമ്മ കാരണം അന്വേഷിച്ചു. അപ്പോൾ ആശാൻ നെടുവീർപ്പോടെ മുഴിഞ്ഞത്രേ, ഈ വീടിന്റെ വിളക്ക് പോയല്ലോ. അതിലും വലിയൊരു വിളക്കാണ്, മഹാലക്ഷ്മി തന്നെയാണ് ഭാനുമതി അമ്മയിലൂടെ വന്നിരിക്കുന്നത് എങ്കിലും സഹോദരൻ അയ്യപ്പന്റെ ആ നഷ്ടം ഒരു നഷ്ടമാണോ? താമസം മാറി, അവർ തമ്മിലുള്ള വേഴ്ച അവസാനിക്കുന്നില്ലല്ലോ. പക്ഷെ എന്നിരുന്നാലും അപ്പം നോക്കണം, സഹോദരൻ അയ്യപ്പൻ ഭാവിയിൽ ഇതാ ഒരു വലിയ വിപ്ലവത്തിന് ഒരുക്കുന്നു. എന്താണ്? മിശ്ര ഭോജനം. പലപ്പോഴും ആശാന്റെ കുറിപ്പുകടികൾ പകർത്തി എഴുതിയിട്ടുണ്ട്, കേട്ടെഴുതിയിട്ടുണ്ട്. അധസ്ഥിതരുടെ ഉന്നതിക്ക് വേണ്ടി ആ ഹൃദയം വെമ്പൽ കൊള്ളുന്നത് സഹോദരൻ അയ്യപ്പൻ തൊട്ട് അറിഞ്ഞിട്ടുണ്ട്. പല കവിതകൾക്ക് ഉശിരി പോരാ എന്ന് ആശാനെ ഇങ്ങനെ പിരികേറ്റിയിട്ടുണ്ട് സഹോദരൻ അയ്യപ്പൻ. അതിൻ്റെയൊക്കെ ഫലമാണ് ഭാവിയിൽ ദുരവസ്ഥ പോലെയുള്ള ആ വിപ്ലവ കവിതകൾ ഉണ്ടാകുന്നത്. നോക്കൂ, നമ്മളോ ആർക്കും ചിന്തിച്ചുകൂടാ, ഒരു നമ്പൂതിരി പെൺകിടാവിനെ ഒരു ചാത്തപ്പുലയൻ ആ ജീവിത സഖിയാക്കുക. അതുമാത്രമോ ചെയ്യുന്നത്? അതിനു മുമ്പ് ദൃഢനിശ്ചയമെടുക്കുന്നുണ്ട്, ഈ ചാത്തപ്പുലയനെ ഞാൻ തേച്ച് മിനുക്കി കാന്തിയും മൂല്യവും ഉള്ളതാക്കി മാറ്റും. ആ കവിത വായിച്ചു നോക്കേണ്ടതാണ്. അക്ഷര പൊൻദീപം തെളിച്ച് വിദ്യ പകർന്നു നൽകി അവനെ മനുഷ്യനെന്നല്ല ഗുണവാനാക്കി മാറ്റും. വെറും മനുഷ്യനെന്നല്ല പറയുന്നത്. ഇവിടെ ആശാൻ പാടുന്നത്, ഏറും അവന്റെ ഗുണഗണം വിദ്യയാൽ മാറിപ്പോം ബാഹ്യമലീനതകൾ, വേലയിൽ സാമർഥ്യം വർദ്ധിക്കും സമ്പത്തും ചാരേ അവനുണ്ടാം മാന്യതയും. മാന്യത എങ്ങനെ വരും? വിദ്യ എങ്ങനെ വരും? ഇതെല്ലാം
ഇതെല്ലാം കൈവരും. അവനിലേക്ക് അറിവ് പകർന്നു കൊടുത്താൽ മതി. ഇതാ താണുകിടക്കുന്ന, ചേറിൽ ആയിരത്താണ്ടുകളായി താണുകിടക്കുന്ന കല്ലാണ്. ഈ വക ആശയങ്ങളൊക്കെ എത്രയോ മുമ്പ് തന്നെ ഇവർ തമ്മിലുള്ള സംഭാഷണങ്ങളിലൂടെ ഈ കരുപ്പിടിപ്പിക്കപ്പെട്ടിട്ടുണ്ടാവും. നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഇങ്ങനെ ഒരു പുതിയ ചിന്താഗതിയുമായിട്ടാണ് തൃപ്പാദങ്ങളെ ഒന്ന് ദർശിക്കാൻ ചെല്ലുന്നതാണ്. വിശേഷങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു. തൃപ്പാദങ്ങളിൽ നിന്ന് അപ്രതീക്ഷിതമായൊരു ചോദ്യം ഉണ്ടായി. പ്രസംഗങ്ങളുണ്ടല്ലോ, പ്രസംഗിച്ചു കൊണ്ടിരുന്നാൽ മാത്രം മതിയോ? അത് സഹോദരനയ്യപ്പനോടായിട്ടുള്ള ഒരു ചോദ്യമല്ലായിരുന്നു. SNDP യോഗത്തിന് ഏതാണ്ട് 20-21 പ്രാസംഗികന്മാർ, അങ്ങനെ യോഗത്തിന്റെ ഔദ്യോഗിക നിയമനം തന്നെയാണ്. അത് കുറഞ്ഞവരൊന്നുമല്ല, പലരും മഹാപണ്ഡിതന്മാരൊക്കെയാണ്. ഇവരിൽ പലരും അലസന്മാരാണെന്നുള്ളത് ആശാന്റെ കുറിപ്പുകളിൽ നിന്ന് കാണാം. എങ്കിലും നാട് നീളെ നടന്ന് ഭംഗിയായി പ്രസംഗിക്കുന്നവരുണ്ട്. പ്രസംഗത്തിനൊക്കെ നല്ല അംഗീകാരവും കിട്ടുന്നുണ്ട്. പക്ഷെ ഒരു മാറ്റവും കാണുന്നില്ലല്ലോ. തൃപ്പാദങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും സർവാംഗീകാരം കിട്ടുന്നുണ്ട് എന്നത് നേരെ. പക്ഷേ പ്രസംഗങ്ങളിലൂടെ പരിവർത്തനം വരുന്നവർ വളരെ വിരളം. ഇത് പൊതുവായ സമൂഹത്തിന്റെ സമുദായത്തിന്റെ ഒരു പൊതുവായ സ്വഭാവം പറഞ്ഞതായിരുന്നു. അവിടുന്ന് ഗൃഹത്തിലേക്ക് മടങ്ങിപ്പോരുമ്പോൾ സഹോദരനയ്യപ്പൻ ചിന്തിക്കുന്നു, തൃപ്പാദങ്ങൾ പറഞ്ഞത് എത്ര ശരി. എത്രയോ പ്രസംഗങ്ങൾ നടക്കുന്നു, ആഹ്വാനങ്ങൾ നടക്കുന്നു. അതുകൊണ്ട് ഇനി പ്രസംഗിക്കുന്നില്ല, പ്രവർത്തിക്കുക തന്നെ. അങ്ങനെയാണ് സുപ്രസിദ്ധമായ 1917 ഒന്ന് ഓർത്തു നോക്കണം. ഇതിനു എത്രയോ മുമ്പ് തന്നെ തൃപ്പാദങ്ങൾ പുലയരോട് സഹവസിക്കുന്നു, അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. ഗുരു തന്നെ മുമ്പിൽ നിന്നതിന് മാതൃക കാണിക്കുകയാണ്. അതിനെ അനുകരിക്കുവാൻ ആജ്ഞാനുസരണം ചില ശിഷ്യന്മാർ ചില ശ്രമങ്ങൾ ചെയ്യാഴുകയില്ല. ഈ മിശ്രഭോജനത്തിന് ഏതാണ്ട് 3-4 വർഷങ്ങൾക്ക് മുമ്പാണ് SNDP യോഗത്തിന്റെ 11ാമത് വാർഷികം ആലുവായിൽ വെച്ച് നടക്കുന്നത്. അദ്വൈതാശ്രമ സ്ഥാപനത്തോട് അനുബന്ധിച്ച് തന്നെ അതിൻ്റെ പ്രവർത്തനം തുടങ്ങി വരുന്നതേയുള്ളൂ. ആ സമയത്തൊരു പന്തലിട്ട് 11ാം വാർഷികം അവിടെ നടക്കുകയുണ്ടായി. 9ാം വാർഷികത്തിനായിരുന്നു ശാരദാ പ്രതിഷ്ഠ. 2 കൊല്ലത്തിന് ശേഷം അവിടെ ഒരു സംഭവം നടക്കുന്നുണ്ട്. യോഗവാർഷികം കഴിഞ്ഞു. യോഗവാർഷികം ഏതാണ്ട് 2 ദിവസങ്ങൾ കൊണ്ടാണ് പൂർത്തിയായത്. ആ പന്തലിൽ വെച്ച് തന്നെ ഗുരുദേവന്റെ നിർദ്ദേശപ്രകാരം ബോധാനന്ദ സ്വാമികൾ ഉത്സാഹിച്ച് ഒരു പുലയ സമ്മേളനം നടത്തി. ഒരു പുലയ സമ്മേളനം. അപ്പം നമ്മൾ നോക്കണം, ഒരു സാമുദായികമായ അവരുടെ മാത്രമായ ഒരു കാര്യം നടക്കുന്നിടത്ത് ഇതുപോലെ ബാഹ്യ സമൂഹങ്ങൾ സാധാരണ വരേണ്ടതില്ല. പുലയ സമുദായത്തിൽ നിന്ന് ആരും തന്നെ അതിഥികളായിട്ട് ഇവിടെ വരാനുമില്ല.
ഇപ്പം വിശിഷ്ടാതിഥികളായിട്ട് ക്ഷണിക്കുവാൻ തക്ക യോഗ്യതയുള്ളവർ അന്ന് ഉയർന്നു വന്നിട്ടുമില്ല. പക്ഷേ ഗുരു സാന്നിധ്യമുള്ളിടത്ത് മുമ്പ് നാം കണ്ടതുപോലെ അകലെ വിട്ടാണെങ്കിലും ഒരു സംഘമെങ്കിലും ആളുകൾ, ചിലപ്പോൾ അത് 100 കടന്ന് 1000ങ്ങളിലേക്ക് പോകുന്ന സന്ദർഭവുമുണ്ട്. ഇത് ഏതാണ്ട് ഒരു 300 പുലയ സമുദായങ്ങൾ ആ യോഗത്തിൽ സംബന്ധിച്ചു എന്നാണ് കാണുന്നത് അന്നത്തെ കാലത്ത്. അത് അലസമായി നടത്തിയൊരു സമ്മേളനമായിരുന്നില്ല. സത്യവ്രത സ്വാമികളുടെയും മറ്റും നല്ല പ്രബോധനങ്ങൾ അവിടെ നടന്നു. അവിടെ വെച്ച് ബോധാനന്ദ സ്വാമികൾ എടുത്തൊരു തീരുമാനമാണ്, അടുത്ത തൃപ്പാദ ജയന്തി വരുമ്പോൾ അവിടെ ഒരു നൈറ്റ് ക്ലാസ്, നിശാപാഠശാല ആരംഭിക്കുക പുലയർക്ക് വേണ്ടി. ഇതിനോടകം മനസ്സിലാക്കി കഴിഞ്ഞിരുന്നു, ഇവർക്ക് പാടത്ത് പണിയെടുത്തില്ല എങ്കിൽ ഇവരുടെ ജീവനും മുട്ടും. ഇവരെ പകൽ പഠിപ്പിക്കുവാൻ അപ്പോഴേക്കും കുറേയൊക്കെ ഈ കുട്ടികളൊക്കെ, വലിയ വിദ്യാർത്ഥികളൊക്കെ സ്കൂളുകളിൽ പ്രവേശനമൊക്കെ പയ്യെ പയ്യെ നേടിത്തുടങ്ങിയിരുന്നു. 1ഉം 2ഉം ഒക്കെ ആയിട്ടേ ഉള്ളൂ. അവിടെ നിശാപാഠശാല ഏതാണ്ടൊരു 3-4 കൊല്ലക്കാലം വിജയകരമായി തന്നെ അത് അവിടെ നടന്നു എന്നുള്ളതാണ്. പിന്നെ അതെന്താണ് നിർത്തിയത്, നിന്ന് പോയത്, അങ്ങനെ നമ്മൾ ആശങ്കപ്പെടേണ്ടതില്ല. ഏതാണ്ട് ഒരു 1916 ഒക്കെ കഴിയുമ്പോഴേക്കും നിയമം കർക്കശമായി, പ്രത്യേകിച്ചും മന്നത്ത് കൃഷ്ണൻ നായരുടെ വരവോടെ കർക്കശമായി നടപ്പാക്കി തുടങ്ങിയിരുന്നു. അത് നമ്മൾ ആ കാലത്തെ ചാർട്ട് നോക്കുമ്പോൾ ബോധ്യപ്പെടുന്നതാണ്. പുലയർക്ക് സാർവത്രികമായി സ്കൂളുകളിൽ പ്രവേശനം കിട്ടിത്തുടങ്ങിയതോടെ, പൊതു സ്കൂളുകളിൽ പ്രവേശനം കിട്ടിത്തുടങ്ങിയതോടെ ഇതിന് പിന്നെ പ്രസക്തിയില്ലാതെ വന്നു. ഇതുപോലെ നിശാപാഠശാലകൾ ഗുരുദേവൻ അരുവിപ്പുറത്തത് ചെയ്യുന്നുണ്ട്, ശിവഗിരിയിൽ വന്ന് ചെയ്യുന്നുണ്ട്. അതിനു മുമ്പ്, അവധൂത വൃത്തിയിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നതിന് മുമ്പ് വാരണപ്പള്ളിയിൽ നിന്ന് തിരിച്ചെത്തി കഴിഞ്ഞപ്പോൾ അവിടെ ഈ 5 തെങ്ങ് ഭാഗത്തുമൊക്കെ പലരെയും കൂട്ടി വായിപ്പിക്കുന്നുണ്ട്. അത് പഠിപ്പിക്കുന്നതിന് അന്ന് പറയുന്ന ഭാഷയാണ് വായിപ്പിക്കുക. വീരാങ്കടവിൽ ഒരു കുടിപ്പള്ളിക്കുടം, ഇതെല്ലാം ഈ കുടിപ്പള്ളിക്കുടങ്ങളാണ്. അവിടെ പുലയരെയും പ്രവേശിപ്പിച്ചിരുന്നു. അയ്യങ്കാളിയുടെ ജീവചരിത്രത്തിലൂടെ നമ്മൾ പോയപ്പോൾ കണ്ടു, ഒരു പുലക്കുട്ടി പ്രവേശിച്ചപ്പോൾ സവർണ വിദ്യാർത്ഥികളെല്ലാം സ്കൂൾ ബഹിഷ്കരിച്ചു. അവൻ കയറിയ സ്കൂൾ ഇനി വേണ്ട എന്ന് കരുതി അതിന് തീ വെച്ചു. അത്രയായിരുന്നു. ഒരിക്കൽ മുലൂർ പത്മനാഭ പണിക്കർ, അദ്ദേഹം പുലയർക്ക് വേണ്ടി പല മഹത്തായ കാര്യങ്ങളും ചെയ്തയാളാണ്. അവിടെ ഒരു കുറുമ്പൻ ദൈവത്താനുണ്ടായിരുന്നു. അദ്ദേഹത്തെ വളർത്തിയതും അദ്ദേഹത്തെ പ്രപഞ്ചാമമ്പർ ആകുന്ന തരത്തിലേക്ക് വഴിയൊരുക്കിയതും മുലൂരാണ്. അദ്ദേഹത്തിന്റെ സാമൂഹ്യ സേവനങ്ങൾ ജീവചരിത്രത്തിൽ നമുക്ക് കാണാം. കുറെ അധികം സ്കൂളുകൾ സ്ഥാപിച്ചു. മുലൂരിൻ്റെ ഒരു പ്രത്യേകത, അദ്ദേഹം ഈ പുലവൃത്തം എന്ന് തന്നെ ഒരു കവിതാ സമാഹാരമുണ്ട്. പുലവൃത്തം, പല കവിതകളുണ്ട്. അത് പുലയരെ കുറിച്ചുള്ള വൃത്താന്തം എന്ന് പറയുന്നതായിരിക്കും ശരി, അല്ലാതെ ഒരു പ്രത്യേക വൃത്തത്തിന്റെ പേരല്ല. ഈ സാധുജന പരിപാലന സംഘത്തിന്റെ യോഗങ്ങളിലും പുലയ യോഗങ്ങളിലെല്ലാം പാടിയിരുന്നത് ഇതുപോലുള്ള മുലൂരിൻ്റെ ഇതുപോലുള്ള കവിതകളായിരുന്നത്രേ. പലയിടത്തും ഈശ്വര പ്രാർത്ഥനയ്ക്ക് ഉപയോഗിച്ചിരുന്നത്
മുലൂരിൻ്റെ കവിതയായിരുന്നത്രേ. ഈ മുലൂർ ഒരിക്കൽ ശിവഗിരിയിൽ വന്നു. ഗുരുദേവനുമായിട്ട് സംഭാഷണം നടത്തുകൊണ്ടിരുന്നപ്പോൾ അവിടെ എടുത്ത് ഗുരുദേവൻ അവിടെ അന്തേവാസിയായിട്ട് നിർത്തിപ്പഠിപ്പിക്കുന്ന ഒരു ബാലൻ, സുമുഖനായ ബാലൻ കടന്നുപോയി. രണ്ടുപേരെയും കണ്ടു വന്ദിച്ചു. ഒരു സംസ്കാരമുള്ള പെരുമാറ്റം. ഗുരു പുഞ്ചിരിച്ചുകൊണ്ട് മുലുവിനെ നോക്കിക്കൊണ്ട് മുലൂരിനോട് പറഞ്ഞു, ഇവനൊരു ബ്രാഹ്മണ കുട്ടിയാണ്. കണ്ടാൽ അങ്ങനെ തോന്നുന്ന നല്ല വെളുത്ത സുഭകനായ ഒരു മിടുക്കൻ ബാലൻ. അപ്പൊ ഇതെടുത്തു പറയുന്നത് അവിടെ പുലക്കുട്ടികളെ എടുത്ത് വളർത്തിയ കാര്യം നമ്മൾ അറിയുന്നുണ്ട്. അവരെ കൊണ്ട് പാചകം ചെയ്യിച്ച കാര്യവും അവരെ കൊണ്ട് പൂജ ചെയ്യിച്ച കാര്യവും നമ്മൾ പറയുന്നുണ്ട്. നോക്കൂ, പുലക്കുട്ടികളെ താമസിപ്പിച്ചിരിക്കുന്നിടത്ത് അവരോടൊപ്പം സഹവസിക്കുവാൻ ബ്രാഹ്മണ കുട്ടികളും തയ്യാറായിരുന്നു എന്നത് നമ്മൾ ശ്രദ്ധിച്ചോ? അപ്പൊ നോക്കണം, എല്ലാവരെയും ഒരുമിച്ച് ചേർക്കുവാൻ, ഒരുമിച്ച് കൊണ്ടുപോകുവാൻ ഗുരു നടത്തുന്ന ശ്രമങ്ങൾ, അതും വിജയകരമായ ശ്രമങ്ങൾ. അപ്പൊ ആ കുട്ടിയോട്, അത് മുലൂരിന്റെ ബോധ്യത്തിന് വേണ്ടിയായിരിക്കും, ഇതെല്ലാം ഒരു നിമിത്തമാക്കുകയാണ്. ആ കുട്ടിയോട് ഗുരുദേവൻ ചോദിക്കുന്നു, നിന്റെ മനസ്സിൽ ജാതിയുണ്ടോ? അവൻ പറയുന്നു, എൻ്റെ മനസ്സിൽ ജാതിയില്ല സ്വാമി. ആദ്യം നിനക്ക് ജാതി ഉണ്ടോ എന്ന് ചോദിക്കുന്നു. എനിക്ക് ജാതിയില്ല സ്വാമി. പിന്നെയാണ് ചോദിക്കുന്നത്, നിന്റെ ഉള്ളിൽ ജാതി ഉണ്ടോ? അപ്പം ആ കുട്ടി പറയുന്നു, എൻ്റെ മനസ്സിൽ ഒരു ജാതിയും ഒരു മതവും ഒരു ദൈവമേ ഉള്ളൂ സ്വാമി. മുലൂര് തൊഴുതുപോയി. ഗുരുവിനെയാണോ തൊഴുതത്, ആ കുഞ്ഞിനെയാണോ തൊഴുതത്? രണ്ടുമാവാം. നോക്കൂ, ലോകം ഒന്നായിത്തീരുന്ന ഒരു കാലം വരും എന്ന് പ്രവചിച്ച ഗുരുവാണ്. മനുഷ്യൻ തമ്മിലുള്ള അന്തരങ്ങളില്ലാതായി, ഭേദങ്ങളില്ലാതായി ലോകം ഒറ്റ സമുദായമായി തീരും എന്ന് കൽപ്പിച്ച ഗുരുവാണ്. ഏറ്റവും താഴ്ന്ന പടിയിൽ നിന്ന് തുടങ്ങുകയാണ്. അവിടുത്തെ നികേതനമുണ്ടല്ലോ. ആശാൻ ദുരവസ്ഥയിൽ പാടുന്നുണ്ട്, തമ്മിൽ കലർന്നാൽ ഗുണമുള്ള പൂക്കളെ സമ്മേളിപ്പിപ്പിൻ സരസമായി. തമ്മിൽ കലർന്നാൽ ഗുണമേറും പൂക്കളെ സമ്മേളിപ്പിപ്പിൻ സരസമായി. സമ്മോദമാമത ദേവനായ ശരിയ നിർമാപകന്റെ മതമതല്ലോ. നോക്കൂ, ഉദ്യാനപാലകരെ, ഭവാന്മാരുണർന്ന് ഉദ്യമിപ്പിൻ പുഷ്പകാലമായി. ഉച്ചാവചങ്ങളാ മോമൽ സുമങ്ങളാൽ മെച്ചമേറിടും ഈ ഉദ്യാനത്തിൽ ദേവൻ വനമാലിക്കാനന്ദമേകാത്ത പൂവൊന്നുമില്ലെന്നതോർത്തുകൊള്ളുവിൻ. ഇവിടെ ഇതാ ഒരു പുതിയ വസന്തം വന്നിരിക്കുന്നു. ഈ ആരാമത്തിൽ ഇതാ വിഭിന്നങ്ങളായ ചെടികൾ, ഭിന്ന വർണ്ണങ്ങളിലും ഭിന്ന വാസനകളിലുമുള്ള പുഷ്പങ്ങൾ. ഇത് ദൈവം നമ്മുടെ ആനന്ദത്തിനു വേണ്ടി സൃഷ്ടിച്ചതത്രേ.
ഇതിനെയെല്ലാം തമ്മിലകറ്റുകയല്ല വേണ്ടത്. ഇതെല്ലാം തമ്മിൽ കലരുമ്പോഴാണ് പൂർണ്ണമായ ഒരു സമൂഹം ഉണ്ടാവുക, പൂർണ്ണതയുള്ള ഒരു സമൂഹം ഉണ്ടാവുക. തമ്മിക്കലർന്നാൽ ഗുണമേറും പൂക്കളെ സമ്മേളിപ്പിപ്പിൻ സരസമായി. ആശാൻ ഇത് വെറുതെ എഴുതിയതാണോ? അവിടുന്ന് അരുവിപ്പുറത്തെ അന്തേവാസിയായിരുന്നു. ഏതാണ്ട് 19-ാം വയസ്സിലാണ്. ഗുരുദേവൻ ഡോക്ടർ പൽപ്പുവിൻ്റെ അടുത്തേക്ക് വിടുകയല്ല, കൊണ്ടയാക്കുകയായിരുന്നു. അവിടെ ചെല്ലുമ്പോൾ കാണുന്നത് എന്താണ്? ഇതൊരു വീടാണോ അതോ വിദ്യാർത്ഥി സദനമാണോ? ആശാന്റെ ഏറ്റവും പ്രിയപ്പെട്ട 2 കൂട്ടുകാരവിടെ ഉണ്ടായിരുന്നു. ചെന്ന് കഴിഞ്ഞു കൂടിയതാണ്. തിരുവനന്തപുരത്ത് തെക്ക് നിന്ന് ഗുരുദേവൻ തന്നെ ഡോക്ടർ പൽപ്പുവിനെ ഏൽപ്പിച്ചു വിട്ട 2 പുലയ യുവാക്കൾ, ബാലന്മാർ, മുതിർന്ന ബാലന്മാർ. അവരെ സ്വന്തം അനുജന്മാരെ പോലെയാണ് കുമാരനാശാൻ കരുതിയത്. ആദ്യം ആശാൻ പോലും അമ്പരന്നു പോയി. അവിടെ സ്വന്തം വീടെന്ന് പറയുന്നത് പോലെ സർവ സ്വാതന്ത്ര്യമായിരുന്നു ഈ കുട്ടികൾക്ക് കൊടുത്തിരുന്നത്. ഡോക്ടർ പൽപ്പുവിന്റെ ഡയറിയിൽ കുറിച്ചിരിക്കുന്നത്, സാങ്കേതിക വിദ്യ പഠിപ്പിക്കുവാൻ സ്വാമി ഏൽപ്പിച്ച 2 പേർ. സാങ്കേതിക വിദ്യ പഠിപ്പിക്കുവാൻ സ്വാമി ഏൽപ്പിച്ച 2 പേർ. അവരുടെ അനന്തരഗതി എന്തായെന്ന് നമുക്കറിയില്ല. ഏതായാലും നല്ലതേ വരും. ഡോക്ടർ പൽപ്പുവിന്റെ സന്നിധിയാണല്ലോ, സ്വാമി തൃപ്പാദങ്ങൾ ഏൽപ്പിച്ചതാണല്ലോ. നോക്കൂ, ഇങ്ങനെയൊക്കെയുള്ള സഹവാസം അരുവിപ്പുറത്ത് മാത്രമല്ല, ഡോക്ടർ പൽപ്പുവിന്റെ വീട്ടിൽ ചെല്ലുമ്പോഴും. ഒരവധിക്ക് ഡോക്ടർ പൽപ്പു തിരിച്ചു വരുന്നു നാട്ടിലേക്ക്. അന്ന് അയ്യങ്കാളിയെ പോയി കണ്ടു. അയ്യങ്കാളിയെ പോയി കാണുകയായിരുന്നു. ദീർഘനേരം സംഭാഷണം ചെയ്തു. ഇപ്പൊ നോക്കണം, 1903 SNDP യോഗം ഉണ്ടാകുന്നു. ആ വർഷം തന്നെ ഡോക്ടർ പൽപ്പു ചെയ്ത ഒരു മഹത്തായ കാര്യമുണ്ട്, ആരും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. പുലയർക്ക് മാത്രമായി ഒരു സ്കൂൾ തിരുവനന്തപുരത്ത്. ഇതൊന്നും പേരെടുക്കുന്നതിന് വേണ്ടിയായിരുന്നില്ല. 1903 ഒടുവിൽ അത് ആരംഭിച്ചു. ഏതാണ്ട് 50ഓളം വിദ്യാർത്ഥികൾ വരെ അവിടെ പഠിച്ചിരുന്നതായി സൂചനയുണ്ട്. ഡോക്ടർ പൽപ്പു വരുമ്പോൾ ഈ വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ മേടിച്ച്, ഒത്തിരി കൗതുക വസ്തുക്കളൊക്കെ മേടിച്ചുകൊണ്ടായിരിക്കും വരിക. ആ കൂട്ടത്തിൽ സാമാന്യം ഭേദപ്പെട്ട ഒരു കെട്ടും കൂടെ കാണും. അത് തൊടിയിക്കുകയില്ല, അത് തൊടിയിക്കില്ല. അതെൻ്റെ മക്കൾക്കുള്ളതാ. ഞങ്ങൾ കൂടാതെ വേറെ മക്കളോ എന്ന് ആ കുട്ടികൾക്ക് സംശയം വരില്ല. എൻ്റെ മക്കളെന്ന് പറയുന്നത്, സഹോദരങ്ങളെ, അതാ പുലക്കുട്ടികളാണ്. ഡോക്ടർ പൽപ്പു ചെല്ലുമ്പോൾ നല്ലൊരു സൽക്കാരവും കൂടി നടത്തും. വല്ല ചായ സൽക്കാരവോ മധുര വിതരണമോ അവിടെ കൂടി വരുന്നവർക്ക് എല്ലാവർക്കും കൊടുക്കും. നോക്കണം, 1905 അയ്യങ്കാളി സ്വന്തമായ ഒരു പരിശ്രമം നടത്തുന്നത്. നമ്മളത് കണ്ടു.
പിന്നീട് സ്വന്തമായിട്ടൊരു സ്കൂൾ ഉണ്ടാക്കുന്നത് 1914 നോക്കൂ, 904 ഇത് പ്രവർത്തന സജ്ജമായി. പുലയർക്ക് സാർവത്രികമായി വിദ്യാലയങ്ങൾ തുറന്നു കൊടുക്കുന്നതുവരെ ആ സ്കൂൾ അവിടെ പ്രവർത്തിച്ചു എന്ന് മാത്രമല്ല, ഡോക്ടർ പൽപ്പു പരസ്യമായി പറഞ്ഞൊരു കാര്യമുണ്ട്, പലർക്കും അയക്കുന്ന കത്തുകളിലും സൂചിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. കൂടുതൽ പഠിക്കുവാൻ താല്പര്യമുള്ള അയ്യങ്കാളിയുടെ ആളുകളെന്നാണ് പറയുന്നത്. അയ്യങ്കാളിയുടെ ആളുകൾ അവർക്ക് വേണ്ടുന്ന സഹായങ്ങളെല്ലാം ചെയ്യുന്നതിൽ സന്തോഷമേ ഉള്ളൂ. അപ്പം നോക്കണം എത്രത്തോളം അനുഭാവത്തോടെയാണ്, എത്രത്തോളം താല്പര്യത്തോടെയാണ്, ത്യാഗത്തോടെയാണ് ഈ അധകൃത വർഗ ഉദ്ധാരണത്തിനു വേണ്ടി നാനാ വശങ്ങളിലൂടെ ഗുരുദേവ ശിഷ്യന്മാർ ശ്രമിച്ചുകൊണ്ടിരുന്നത്. ഡോക്ടർ പൽപ്പുവിൻ്റെ കാര്യമേ ആണ് നമ്മൾ കണ്ടത്. ഇതുപോലെ മുലൂര് പ്രവർത്തിക്കുന്നുണ്ട്, അതുപോലെ മിതവാദി ശ്രീകൃഷ്ണൻ പ്രവർത്തിക്കുന്നുണ്ട്. 40 കൊല്ലത്തോളം പൊതുരംഗത്ത് നിറഞ്ഞു നിന്ന്, എന്നാൽ അധ്യാപക വൃത്തി 40 വർഷത്തോളം തുടർന്ന മഹാനായ മൂർക്കോത്തുകുമാരൻ്റെ സംഭാവനകൾ നാം ശ്രദ്ധിക്കാതെ പോയ എത്രയോ ഉൽപ്പതിഷ്ണുക്കൾ ഉണ്ടായിരുന്നു. നമ്മുടെ ആലുംമൂട്ടിൽ ഭവനമടക്കം നോക്കൂ, ആധ്യാത്മിക വഴിയിൽ ഒരു നല്ല താല്പര്യം എടുത്തു വരുന്ന ഒരു മധ്യ തിരുവിതാംകൂറുകാരനായ ഒരു ഭക്തനെ ആലുംമൂട്ടിൽ ഗോവിന്ദദാസാണ് ശിവഗിരിയിലേക്ക് കൊണ്ടുചെല്ലുന്നത്. AK ഗോവിന്ദദാസ് അദ്ദേഹത്തെ മനസ്സറിഞ്ഞ് ഗുരുദേവൻ അനുഗ്രഹിക്കുക തന്നെ ചെയ്തു. അവിടുത്തേക്ക് ആ യുവാവ് ശിക്ഷപ്പെടുകയും ചെയ്തു. ഇതായി അധകൃത വർഗത്തിൻ്റെ ഉന്നമനത്തിനായി ഒരു അധകൃത സമുദായാംഗമായിരുന്നു, പറയ സമുദായാംഗമായിരുന്നു അദ്ദേഹം. അവിടെ ആലുംമൂട്ടിൽ ഗോവിന്ദദാസിനെ തന്നെ ഏൽപ്പിക്കുകയാണ്. അദ്ദേഹത്തിന് ഉചിതമായ ഒരു ആശ്രമം സ്ഥാപിക്കുവാൻ. ഗുരുദേവ കൽപ്പന പ്രകാരം AK ഗോവിന്ദദാസിൻ്റെ ശ്രമഫലമായിട്ടാണ് ചെറുകോൽ ശുഭാനന്ദ ആശ്രമം നിലവിൽ വരുന്നത്. അതിലൂടെ നടന്ന സാമൂഹ്യ പ്രവർത്തനങ്ങൾ എത്രയെത്ര. ആത്മബോധോദയ സംഘം ഉണ്ടായത് അവിടെ വെച്ചാണ്. ഗുരു ഇതിനെയൊന്നും വേറിട്ട് കണ്ടില്ല. നാനാപ്രകാരത്തിലൂടെ അനുഗ്രഹങ്ങൾ ഇതുപോലെ ചൊരിഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കുകയായിരുന്നു. പ്രിയമുള്ളവരെ, കുമാരനാശാൻ അദ്ദേഹം ഒരു ബാലനെ എടുത്തു വളർത്തിയിരുന്നു. എത്ര പേർക്കറിയാം? അദ്ദേഹം തോന്നയ്ക്കൽ താമസമായി. അവിടെ ഒരു പറയ ബാലൻ, പറഞ്ഞാൽ ഒരു നിർഗതിക്കാരൻ, ആ വീട്ടിൽ താമസിപ്പിച്ച് കുടുംബാംഗത്തെ പോലെ തന്നെ വളർത്തി. അവൻ ആ വീട്ടിൽ ഈ കാലികളെ നോക്കുക, അത് വലിയ പണിയുള്ളതല്ല. 10-20 ഏക്കർ സ്ഥലമാണ് ആശാൻ വാങ്ങിച്ചത്. അതിനെ അഴിച്ചു കെട്ടുക, അതിനെ പരിചരിക്കുക. നല്ല ജോലിത്തിരക്ക് ഭാനുമതി അമ്മയ്ക്കുമുണ്ട്. ആ തിരക്കിനിടയിലും ഭാനുമതി അമ്മ ഈ ബാലനെ പഠിപ്പിക്കുമായിരുന്നു, പറഞ്ഞു കൊടുക്കുമായിരുന്നു. ഒരു ഗുരുകുല വിദ്യാഭ്യാസം കിട്ടി ആ പയ്യനെ. ഒന്ന് നോക്കിക്കൊള്ളണം ആ പയ്യന്റെ ഭാഗ്യം. അപ്പം നമ്മൾ
ആ പയ്യന്റെ മനോഗതി, അവൻ കൂറുള്ളവനാണ്, നന്ദിയുള്ളവനാണ്. കാണപ്പെട്ട ദൈവമായിട്ടാണ് കുമാരനാശാനെ കാണുന്നത്. അതുകൊണ്ട് എന്തു വേണ്ടി തമ്പുരാൻ എന്നേ വിളിക്കൂ. ആശാനപ്പോ പുഞ്ചിരിച്ചുകൊണ്ട് അവന്റെ മൂർധാവിൽ ഇങ്ങനെ തലോടിക്കൊണ്ട് പറയും, നീ എന്നെ ആശാനെന്ന് വിളിച്ചാ മതി. വരുന്നവരെല്ലാം വിളിക്കുന്നത് കേൾക്കുന്നില്ലേ നീ? എന്നെ ആശാനെന്ന് വിളിച്ചാ മതി. തമ്പുരാൻ ഒന്നേ ഉള്ളൂ, അതങ്ങ് മുകളിലാണ്. അവന്റെ നാവിൽ കൂടെ രണ്ടു നേരവും ഒഴുകുന്നുണ്ട്, എന്നെ വസ്ത്രാദി മുട്ടാതെ തന്ന് രക്ഷിച്ച് ഞങ്ങളെ ധന്യരാക്കുന്ന. അവനെ സംബന്ധിച്ചിടത്തോളം ആശാൻ തന്നെ അവന് തമ്പുരാൻ. ഓ ആശാൻ കുലുങ്ങി ചിരിച്ചുകൊണ്ട് ആ പയ്യനോട് പറയും, തമ്പുരാൻ ഒന്നേ ഉള്ളൂ, അതങ്ങ് മുകളിലാണ്, അതിനെ മാത്രമേ തമ്പുരാൻ എന്ന് വിളിക്കാവൂ. പ്രിയമുള്ളവരെ, ശ്രീനാരായണ പ്രസ്ഥാനത്തിന്റെ ഭാഗമായ പല പ്രശസ്തരും അപ്രശസ്തരുമായ പല സുഹൃതികളുമുണ്ട്. ഗുരുദേവ ആജ്ഞ ശിരസാ വഹിച്ചുകൊണ്ട് അവർ സ്വന്തം സമുദായത്തിന് വേണ്ടി മാത്രമല്ല നിലകൊണ്ടത്, ഇതുപോലെ താഴ്ന്നു കിടക്കുന്നവരെ ഉയർത്തുവാനും വളരെ യത്നങ്ങൾ ചെയ്ത ആളുകൾ ധാരാളമുണ്ട്. ഇതെല്ലാം നമ്മൾ കാണേണ്ടതാണ്, അതിനെക്കുറിച്ചെല്ലാം ചിന്തിക്കേണ്ടതാണ്. ഒരു വേള ഈ വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് അതിനുവേണ്ടി ഒരു പിരിവിന് വേണ്ടി ഇങ്ങനെ പോകുമ്പോൾ അവിടെ വനിതകൾക്ക് വേണ്ടി സി വി കുഞ്ഞിരാമൻ കുറിച്ചു കൊടുത്ത ഏതാനും വരികളുണ്ട്. അതിലൊരിടത്ത് പറയുന്നത്, ഈഴവർക്കായിട്ടു പോകയല്ല നിങ്ങൾ, ഈഴവ ലക്ഷമീരേഴയുള്ളൂ, ഏഴകളായുണ്ടു ഭാരതഭൂമിയിൽ 7-8 കോടിയെന്നോർമ്മിക്കണം. ഈഴവർക്കായിട്ടു പോകയല്ല നിങ്ങൾ, ഈഴവ ലക്ഷമീരേഴയുള്ളൂ, ഏഴകളായുണ്ടു ഭാരതഭൂമിയിൽ 7-8 കോടിയെന്നോർമ്മിക്കണം. ഇങ്ങനെയാണ് വിശാല മനസ്ഥിതി സമുദായങ്ങളിലേക്ക് ഗുരുദേവ ശിഷ്യന്മാർ പകർന്നു നൽകിയത്. അതിലേക്കെല്ലാം നമുക്ക് സന്ദർഭാനുസരണം വീണ്ടും വീണ്ടും എത്തി നോക്കാവുന്നതാണ്. ഈ സംഭാഷണം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.